ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നെൻ്റെ ജീവിതത്തിൽ ഏറ്റവും പേടി നിറഞ്ഞൊരു ദിവസമാണ് കേട്ടോ. എത്ര പേർക്ക് ഇതേപോലെ പേടി ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ പ്രഗ്നൻസിനെ കുറിച്ച് അറിയുമ്പോൾ മുതൽ ഞാൻ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് PV, പെൽവിക് എക്സാമിനേഷൻ എന്ന് പറയും കേട്ടോ. അതായത് നമ്മൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ലേബറിനോട് അടുക്കുന്ന സമയത്ത് നോക്കുന്നതാണ് ഈ PV. അപ്പോൾ ആ PVക്ക് നമ്മളിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ദിവസമാണ് കേട്ടോ. പോകുന്നേക്കാൾ മുമ്പ് ഒല്ലൂർ പള്ളിയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവിടെ നിന്ന് പെരുന്നാൾ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഊട്ട് കഴിക്കാനാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഊട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ PVക്ക് പോണേക്കാൾ മുമ്പ് എൻ്റെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ വന്ന് ഫുഡ് കഴിക്കണത്. അധികം വിഭവസമൃദ്ധമായിട്ടുള്ള ഫുഡൊന്നുമല്ല. ചോറ്, സാമ്പാർ, ഉപ്പേരി, അച്ചാർ. പിന്നെ ഇന്ന് അവസാന ദിവസമായതുകൊണ്ട് പായസം ഉണ്ടായിരുന്നു കേട്ടോ അന്ന് അവിടെ. ഞാനും ചേട്ടനാണ് PVക്ക് പോകാനായിട്ട് ബൈക്കിലാണ് കേട്ടോ നമ്മൾ ട്രാവൽ ചെയ്യണത്. നമ്മൾ പ്രഗ്നൻസിയിൽ ഓൾമോസ്റ്റ് ഒരു 4-5 മാസം മുതൽ ബൈക്കിലാണ് എല്ലായിടത്തേക്കും പോയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊട്ടിന് വലിയ തിരക്കുകൾ കണ്ടിട്ടില്ല കേട്ടോ. കാരണം 3-4 സ്റ്റോൾസ് ഉണ്ടായിരിക്കും ഫുഡ് വിളമ്പാനായിട്ട്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വരുന്നേ ഇങ്ങോട്ട് 3-4 സ്റ്റാൾസ് ഉള്ളത് കൊണ്ട്. ഇവിടുന്ന് നേരെ നമ്മുടെ ഹോസ്പിറ്റലായ അമല ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോണത്. അമല ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മളവിടെ എത്തി ക്യൂ ഒക്കെ നല്ല ടെൻഷനിലാണ് കേട്ടോ നിൽക്കുന്നത്. എല്ലാവരും നല്ല പെയിൻ ഉണ്ടാവും, ലേബർ പെയിനേക്കാളും പെയിൻ ഉണ്ടായിരുന്നു എന്നൊക്കെ ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ PVക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര പേടിച്ച് വിറച്ചിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് ഈ വേദനയേക്കാൾ കൂടുതൽ പ്രശ്നം ആൻസൈറ്റി ആണ് കേട്ടോ. എനിക്കത് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്യാൻ സമ്മതിക്കുമോ, ഡോക്ടർ ഞാൻ എന്തെങ്കിലും ചെയ്യുമോ, അങ്ങനത്തെ ഒക്കെ ആയിരുന്നു കേട്ടോ ടെൻഷനും കാര്യങ്ങളൊക്കെ. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു ആശ്വാസം ഉണ്ടായി. ഞാൻ കാണിക്കണത് തൃശ്ശൂർ അമലയിലുള്ള പ്രമീല ഡോക്ടറാണ് കേട്ടോ. ഡോക്ടർ നല്ല സപ്പോർട്ടാണ്. PV ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലപോലെ ആശ്വസിപ്പിച്ചിട്ട് അത്ര കൂളാക്കിയിട്ട് പതുക്കെയൊക്കെ നമ്മളോട് ചോദിച്ച കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ്. ഇത്രയും പേടിയുള്ള എനിക്ക് PV ഒരു ഒന്നുമില്ലാന്ന് തോന്നിട്ടോ. എന്നാലും ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത്രയ്ക്ക് പേടി ഉണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ സ്യൂട്ട് റൂമിനെ കുറിച്ച് ഡോക്ടർ നമ്മളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ സ്യൂട്ട് റൂം എടുത്തോളൂ, അതേപോലെ തന്നെ വേദന ഇല്ലാതിരിക്കാൻ എപ്പിഡൂറിൽ എടുത്തോളൂ എന്ന് PVയുടെ ഡയലാണ് ഡോക്ടർ പറഞ്ഞതിൻ്റെ പേടി കണ്ടിട്ട് കേട്ടോ. പക്ഷെ എനിക്ക് അത്രയും പെയിൻഫുള്ളായിട്ട് PV തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും PV ചെയ്യാൻ പോണവരുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പേടിക്കണ അത്രയ്ക്കൊരു വേദനയും കാര്യങ്ങളും ഇല്ല. ഒരു അൺകംഫർട്ടബിൾ ആണ് കേട്ടോ നമ്മൾക്ക് തോന്നുക. പിന്നെ നമ്മൾക്ക് കൂളാക്കുന്ന ഒരു ഡോക്ടറും കൂടി ഉണ്ടെങ്കിൽ ഓക്കെയാണ് PV. നിങ്ങൾക്ക് അത്ര പേടിക്കാണ്ട് പോയി ചെയ്യാം കേട്ടോ. പിന്നെ PV ചെയ്തപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേബി വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾക്ക് ഇറങ്ങി വന്നിട്ടും ഇല്ല. അവൻ വെയിറ്റ് കൂടുതലായതുകൊണ്ട് നമ്മൾക്ക് നോക്കണം നോർമൽ ഡെലിവറിക്ക് മാക്സിമം എന്നാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ PV കഴിഞ്ഞ സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ. എനിക്ക് ഭയങ്കര ഹാപ്പി. പിന്നെ നമ്മൾ കൗണ്ടറിൽ പോയിട്ട് സ്യൂട്ട് റൂമിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ എപ്പിഡൂറിനെ കുറിച്ചിട്ടും അന്വേഷിച്ചിട്ടും നമ്മൾക്ക് എടുക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നു അവിടെ കഴിഞ്ഞപ്പോൾ. പിന്നെ നമ്മൾ ESIയുടെ അവിടെ ഇൻഷുറൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ചോദിച്ചു കേട്ടോ. നടന്നപ്പോൾ നമ്മൾ വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പോവുക. കാരണം നമ്മൾ ബൈക്കിൽ വേണമെങ്കിൽ ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി റെസ്റ്റൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ്. ബേബിയെ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 4 കിലോയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ 4 കിലോ വെയിറ്റ് നമ്മളുണ്ട്. പിന്നെ നമ്മൾക്ക് അറിയാലോ 4 കിലോ ബേബിയുടെ വെയിറ്റ് മാത്രമല്ല, നമ്മൾ അതിൻ്റെ വാട്ടർ, അത് പ്ലാസ്റ്റിൻ്റെ അതിൻ്റെയൊക്കെ വെയിറ്റൊക്കെ ഇതായിട്ടാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ മുഴുവൻ സ്യൂട്ട് റൂമും എപ്പിഡോറിൽ എടുക്കണോ അങ്ങനത്തെ ഒരു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ചേട്ടൻ പറയണത് ഇപ്പോൾ PV ഭയങ്കര ഇതാണെന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ കയറിയത്. അപ്പോൾ ലേബർ റൂമിൽ നിനക്ക് അത്രയ്ക്ക് പെയിനൊന്നും ഉണ്ടാവില്ല, നിനക്കത് സഹിക്കാൻ പറ്റുന്നതാണ് ചേട്ടൻ അവിടെ കിടന്ന് പറയണത് കേട്ടോ. അപ്പോൾ ലേബർ പെയിൻ അധികം ഒന്നും ഉണ്ടാവില്ല, ഇതേപോലെ തന്നെ സിമ്പിളാവുമെന്ന് ചേട്ടൻ അവിടെ എനിക്ക് പറഞ്ഞു തരാണ് കേട്ടോ, എൻ്റെ പേടിയൊക്കെ മാറ്റാനായിട്ട്. വേദന ഉണ്ടായിരുന്നില്ല. അപ്പൊ അതാ പറഞ്ഞു ഈ അനാവശ്യമായിട്ടുള്ള ഓരോ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് അതിന്റെ പ്രശ്നം. അല്ലാണ്ട് നിങ്ങൾ ഇതേപോലെ വേദന ടെൻഷനിലേക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വേദന ഉണ്ടാവില്ല. ഇത് വേദന ഉണ്ടായിരുന്നോ? വേദന ഉണ്ടായിരുന്നില്ല. അപ്പൊ അതാ പറഞ്ഞു ഈ അനാവശ്യമായിട്ടുള്ള ഓരോ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് അതിന്റെ പ്രശ്നം. അല്ലാണ്ട് നിങ്ങൾ ഇതേപോലെ വേദന ടെൻഷനിലേക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വേദന ഉണ്ടാവില്ല. ഓരോരുത്തർക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും, ഓരോ ഡോക്ടർമാരനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. എനിക്ക് വേദന എടുത്തില്ല. പിന്നെ അത് മാത്രല്ല, എനിക്ക് പിന്നെ ആൻസൈറ്റി ഇഷ്യൂസ് ഉണ്ട് ഭയങ്കരമായിട്ട്. അപ്പൊ എനിക്ക് ആ ഒരു ടെൻഷൻ, വേദന എടുക്കുന്ന ടെൻഷനാണ്. ഈ സ്വതവേ അങ്ങനെ വേദന കുറവാണ്, പക്ഷെ എനിക്ക് ഭയങ്കര ആൻസൈറ്റിയാണ്. അപ്പൊ അതുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. എല്ലാവർക്കും വ്യത്യാസം ഉണ്ടായിരിക്കും. പലർക്കും വേദന നല്ല വേദനയായിരുന്നു ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. PV ചെയ്ത് കുറച്ച് ടെൻഷൻ അടിച്ചുകൊണ്ട് കൂളാക്കാനായിട്ട് നമ്മൾ ഒരു ഫാലൂഡ കഴിക്കാൻ വന്നാൽ കാണുന്നു കേട്ടോ. ചേട്ടനൊരു ഹോട്ട് കോഫി എന്തോ കഴിച്ചു, ഞാനൊരു ഫാലൂഡ കഴിച്ചു. അതിൻ്റെ ബാക്കി എനിക്ക് കഴിക്കാൻ പറ്റിയില്ല, അത് ചേട്ടൻ കഴിച്ചു. അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വ്ളോഗ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.